ഇപ്രാവശ്യത്തെ ഓണത്തിന് ഏറ്റവും അധികം താരമൂല്യമുള്ള അല്ലെങ്കിൽ വാല്യൂ ഉള്ള ഒരു സംഭവം, ഒരു വസ്തു എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താവും കണ്ടെത്തുക? ഓണക്കോടി, സ്വർണ്ണാഭരണങ്ങൾ, അല്ലെങ്കിൽ ഓണക്കിറ്റ്, സദ്യ, പായസം എന്നൊക്കെ, അല്ലെങ്കിൽ പൂക്കൾ, ഇവയ്ക്കൊക്കെ ആയിരിക്കാം കൊടൂര വിലയെന്ന് നമ്മൾ പറയും. പക്ഷെ അവരൊന്നുമല്ല. ഇപ്രാവശ്യത്തെ ഓണവിപണി കീഴടക്കിയ മഹാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വാഴയാണ്. വാഴയും വാഴ ഇലയുമാണ്. വാഴയില്ലാതെ വാഴയില ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ വാഴയിലയാണ് ഇപ്രാവശ്യത്തെ ഓണവിപണി കീഴടക്കി കളഞ്ഞത്. ഏതാണ്ട് അത്തം മുതൽ തിരുവോണം വരെ വാഴയിലയിൽ സദ്യ ഉണ്ണാൻ വേണ്ടി മലയാളികൾ പൊടിച്ചത് 6 കോടി രൂപയ്ക്ക് മേളിലാണ് എന്ന് കേൾക്കുമ്പോഴാണ് മലയാളികളായ നമ്മൾ വാ പൊളിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ വാഴയിലയ്ക്ക് വേണ്ടി ചിലവാക്കിയ തുകയാണ് നമ്മൾ ഈ പറയുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിപ്പുറം 2024 തിരുവോണം എന്ന അല്ലെങ്കിൽ ഓണം എന്ന് പറയുന്നത് മലയാളികൾക്ക് ആഘോഷത്തിന്റെ പൊടിപൂരം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഉണ്ടത് നല്ല തനിമയൊത്ത വാഴയിലയിൽ തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും ഖേദകരം എന്ന് പറയുന്നത് ഇതൊന്നും നമ്മുടെ നാട്ടിലെ വാഴയിലയല്ല. ഇത് നമ്മുടെ സ്വന്തം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാഴയിലകളാണ്. അവിടുത്തെ കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച വാഴയിലയിലാണ് നമ്മൾ എല്ലാവരും ഓണമുണ്ടത്. നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിന് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുണ്ടാക്കിയ വാഴയിലയിലാണ് ഉണ്ടത് എന്നുള്ളതാണ് അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. ഒറിജിനാലിറ്റിയും ഗൃഹാതുരത്വം ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി പേപ്പർ വാഴയില ഉപയോഗിക്കുന്ന കുറെ കാലമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എല്ലാവർക്കും തനിമ വേണം, മലയാള തനിമ വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വാഴയില ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. പക്ഷേ അവിടുത്തെ കർഷകർക്ക് പൊടിപൂരമായിരുന്നു. വേറൊന്നുമല്ല, ഒന്നും രണ്ടുമല്ല, 6 കോടി രൂപയ്ക്ക് മേളിലാണ് വിപണിയിൽ വാഴയില വിറ്റുപോയത്. അതിൽ തിരുവോണ നാളിൽ മാത്രം 2 കോടിക്ക് മേളിലാണ് വാഴയിലയിൽ മലയാളികൾ സദ്യ ഉണ്ട് തീർത്തത്. അത്തം മുതൽ തിരുവോണം വരെ ഏതാണ്ട് 3 ലക്ഷത്തിൽ ആവറേജ് പറഞ്ഞൊരു കേരളത്തിൽ 3 ലക്ഷം വാഴയിലകളാണ് വിറ്റുപോയെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നമ്മുടെ നാട്ടിലും കർഷകർ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു, വാഴ കൃഷി ചെയ്ത് വാഴയില വിപണിയിൽ എത്തിക്കാൻ. പക്ഷേ അതിന് മാത്രം അവർ സ്വയം പര്യാപ്തരാകാൻ ഇനിയും കുറേയധികം സമയം എടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കേരളീയർ അല്ലെങ്കിൽ മലയാളി കർഷകർ വാഴ നട്ടുപിടിപ്പിച്ച് വാഴയില ഇതുപോലെ വിപണിയിൽ എത്തിക്കാൻ കുറച്ചുകൂടെ കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അത് എത്രയും പെട്ടെന്നാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വേറൊന്നുമല്ല, കോടികൾ മൂല്യമുള്ള ഒരു വസ്തുവായി വാഴയും അതിന്റെ വാഴയിലയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഓണത്തിന് മലയാളികൾ ഇനി എത്ര രൂപ മുടക്കിയാലാകും ഈ പറയപ്പെടുന്ന ഓണസദ്യയിൽ അല്ലെങ്കിൽ വാഴയിലയിൽ നമുക്ക് ഓണസദ്യ കഴിക്കാൻ പറ്റുകയെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ നെൽകൃഷിയും തെങ്ങ് കൃഷിയും ഒക്കെ കാണിക്കുന്ന അമാന്തം വാഴകൃഷിയിൽ കാണിച്ചാൽ ഇനിയുള്ള കാലം തമിഴ്നാടിനെയും കർണാടകയെയും ഒക്കെ ആശ്രയിച്ച് നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിന് തമിഴ്നാടിന്റെ വാഴയിലയിൽ ഓണമുണ്ടേണ്ട ഗതികേട് മലയാളികൾക്ക് വരും. അതുകൊണ്ട് എന്തായാലും അടുത്ത ഓണത്തിനെങ്കിലും നമുക്ക് കേരളത്തിന്റെ സ്വന്തം വാഴകൃഷിയിലെ വാഴയിലയിൽ ഓണമുണ്ടാമെന്ന് ആഗ്രഹിക്കാം. നന്ദി.